സാർ, ഇന്ന് കേരളത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഈ റിട്ടേൺ സബ്മിഷൻ എന്താണ് എന്നുള്ളതാണ്. അതിൽ ചില സൂചനകൾ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുണ്ട്. എന്താണ് അതിൽ താങ്കളുടെ ഒരു പ്രതികരണം? അതിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ സുപ്രീം കോടതിയുടെ ഒരു ദീർഘമായിട്ടുള്ള കുറേ പോയിന്റുകൾ, എത്രയോ പോയിന്റുകൾ പ്രതികരിക്കണമെന്നാണ്. അത് ശബരിമലയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, അതാണ് പ്രത്യേകത. എല്ലാ ആരാധനാലയങ്ങളിലും എങ്ങനെ വേണം സ്ത്രീകളുടെ പ്രവേശനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്നു. അതിൻ്റെ ഒരു സുപ്രീം കോടതി അതിൻ്റെ പരിശോധനയുടെ സ്കോപ്പ് വളരെയധികം വിസ്തൃതമാക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ വിസ്തൃതമാക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് ഇപ്പം സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചതുപോലെ ഓരോ ആരാധനാലയവുമായി ബന്ധപ്പെട്ടും പാർട്ടിക്ക് അഭിപ്രായം ഉണ്ടാവും. എന്നാൽ എല്ലാ ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ട് സമൂഹത്തിൽ പൊതുവിൽ ഒരു അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇത്തരം സാമൂഹികമായ മാറ്റങ്ങളുടെ വിഷയത്തിൽ പാർട്ടികൾ പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ ഭരണഘടനയിൽ തന്നെ മൗലികാവകാശങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ മൗലികാവകാശങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ സാമൂഹികമായ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. സേവിങ് ക്ലോസ് ഉണ്ട് ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പബ്ലിക് ഓർഡർ, അതുപോലെ തന്നെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് അവർ നെയ്ബറിങ് കൺട്രീസ്, ഇതൊക്കെ വരും. അപ്പം ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാം തരത്തിൽ വിവാദമാകാമെന്നുള്ളതിൻ്റെ അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷജനാധിപത്യ മുന്നണി നടപ്പാക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷജനാധിപത്യ മുന്നണിയുടെ തീരുമാനമല്ല, സുപ്രീം കോടതിയുടെ തീരുമാനമാണ്. ആ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നപ്പോൾ ആ തീരുമാനം സ്വാഗതം ചെയ്യാത്തതായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. ഇതൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അപ്പോൾ അന്ന് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ അവയുടെ നിലപാട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി നേരത്തെ പുറപ്പെടുവിച്ച വിധി പുനഃപരിശോധിക്കുകയാണ്. അപ്പം സുപ്രീം കോടതി പരമോന്നത നീതിപീഠം അവരുടെ വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചപ്പോൾ മുമ്പ് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സംസ്ഥാന ഗവൺമെൻറ് പ്രതികരണം അറിയിച്ചപ്പോൾ പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ ചില ഇവിടെ കിട്ടുന്ന പത്രങ്ങളിലെല്ലാം നോക്കിയപ്പോൾ നിങ്ങളത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ആരാധനാലയങ്ങളും ആചാരപരമായ ചരിത്രവുമുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ അവിടുത്തെ നടപടിക്രമങ്ങൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തുന്ന വിഷയം തീരുമാനിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ, അതോടൊപ്പം സാമൂഹ്യ പരിഷ്കരണത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പൊതുവിൽ സമൂഹത്തിനിടയിൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള പ്രമുഖ വ്യക്തികൾ, ഇവരടങ്ങുന്ന ഒരു സംഘത്തെ, ഒരു ടീമിനെ ഇത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ അറിയാൻ കോടതിക്ക് ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിയമസമ്പ്രദായത്തിലുള്ളതാണ്. അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായമുണ്ട്. കോടതികൾ ചില കാര്യങ്ങളെക്കുറിച്ച് കോടതിക്ക് അത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ച് സമർപ്പിക്കാൻ ചില നിയമജ്ഞരെ, ഉന്നതരായ ആളുകളെ ചുമതലപ്പെടുത്തും. ഉദാഹരണത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗോപാൽ സുബ്രഹ്മണ്യം അദ്ദേഹത്തെയാണ് അമിക്കസ് ക്യൂറിയായിട്ട് നിയോഗിച്ചത്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ എല്ലാ വശങ്ങളും വസ്തുനിഷ്ഠമായി ശേഖരിച്ച് സമർപ്പിക്കും. അപ്പോൾ ഈ അമിക്കസ് ക്യൂറിയെ നിർദ്ദേശിക്കുന്നത് പോലെ സംസ്ഥാന ഗവൺമെൻറ്, LDF ഗവൺമെൻറ് പറഞ്ഞത് വിദഗ്ധ സംഘം എന്ന് പറയാം. പണ്ഡിതന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, തുല്യതയെക്കുറിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കും. അത്തരമൊരു വിദഗ്ധ സംഘത്തെ ചുമതലയേൽപ്പിക്കുക. അവരുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് വേണം കോടതി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ. ചുരുക്കി പറഞ്ഞാൽ CPIMന് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പാർട്ടിയുടേതായ അഭിപ്രായങ്ങൾ അതേപടി നടപ്പാക്കണം ഗവൺമെൻറ്റുകൾ എന്ന് പാർട്ടി ഒരിക്കലും പറയാറില്ല. പറയുന്നത് ശരി. കാരണം സമൂഹത്തിലെ പൊതുവിലുള്ള അവസ്ഥ
അതുകൂടി നോക്കിക്കൊണ്ട് മാത്രമേ പാർട്ടി ഈ ഒരു അവസരത്തിലാണ് നിലപാടുകളിലെ വെള്ളം ചേർക്കലാണ് എന്നുള്ള ഒരു വിമർശനം സ്വാഭാവികമായിട്ട് ഉയരില്ല. കാരണം നമുക്കറിയാം സംസ്ഥാനത്ത് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഈ നിലപാടിന് ആവോളം പുകഴ്ത്തുന്നു. പുരോഗമന പ്രസ്ഥാനങ്ങൾ പലരും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. ഇടതുപക്ഷം, മുഖ്യമന്ത്രി, അങ്ങനെ എല്ലാവരും ഒരേപോലെ പിന്തുണച്ചൊരു വിഷയമല്ലേ ഇത്? ഒരു ചോദ്യം കഴിയട്ടെ, അതിനുശേഷം എല്ലാ ചോദ്യങ്ങളും. ഇതൊരു വെള്ളം ചേർക്കലാണെന്നുള്ള വിമർശനം നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ എത്രത്തോളം പോകാം എന്നതിനെക്കുറിച്ച്, അത് സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലുണ്ട്, സാമൂഹികവും സാമുദായികവുമായ വിഷയങ്ങളുടെ കാര്യത്തിലുണ്ട്. ഇതിൽ പാർട്ടി സമൂഹത്തിൻ്റെ പൊതുവിലുള്ള അഭിപ്രായങ്ങളും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി ഉപദേശങ്ങൾ കൊടുക്കുകയുള്ളൂ. കടുത്ത പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഉറച്ചു നിന്നൊരു നിലപാടെന്ന് ഇപ്പോൾ മാറ്റം ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യം എന്താ? തെരഞ്ഞെടുപ്പാണോ? അല്ല, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എടുത്ത സമീപനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ വിധിയെ ആസ്പദമാക്കിയാണ്. സുപ്രീം കോടതി വിധികൾ നടപ്പാക്കാൻ ഏത് ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്, അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ട്. അപ്പോൾ സുപ്രീം കോടതി തന്നെ ഇത് പുനഃപരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി പുനഃപരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഒരു പണ്ഡിത സദസ്സിൻ്റെ, വിദഗ്ധ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിശോധിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇപ്പോൾ നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി വളരെ വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്തു. വൈക്കം സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ പങ്കെടുത്തിട്ടാണ് അവിടെ ക്ഷേത്രത്തിൻ്റെ സമീപത്തുകൂടുള്ള വഴിയിൽ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലുണ്ടാകുന്നത്. ക്ഷേത്രപ്രവേശനം പോലുമല്ല. പക്ഷെ അതുപോലും അന്ന് അനുവദിക്കപ്പെട്ടില്ല സമരം തീരുമ്പോൾ. അപ്പോൾ നമ്മുടെ മുമ്പിൽ സാമൂഹികമായ പരിഷ്കരണത്തിൻ്റെ പല അനുഭവങ്ങളുമുണ്ട്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും സ്വീകരിക്കുന്നത്. അത് എന്നും അങ്ങനെയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ആരാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്? കോടതിയാണോ? പണ്ഡിതൻ എന്ന് പറയുന്നത് ഈ ആചാര്യന്മാർ ആ വിഭാഗമാണോ? അത് നിങ്ങൾ വളരെ നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. സുപ്രീം കോടതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ചോദ്യം, ഇത്തരം കാര്യങ്ങൾ അന്തിമ തീരുമാനം കോടതിക്ക് എടുക്കാമോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതും ഈ പണ്ഡിത സദസ്സ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ പണ്ഡിത സദസ്സ് പരിശോധിച്ച് നാട്ടിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾ കോടതിക്ക് എത്രത്തോളം തീരുമാനിക്കാം, കോടതിക്കുള്ള അവകാശം എത്രത്തോളമാണ്, അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം സുപ്രീം കോടതി ഇപ്പോൾ ഒരു വനിത ഒരു ചോദ്യം ചെയ്യുന്നു. അവർക്കൊരു ന്യൂനപക്ഷമാണ്. അങ്ങനെയെങ്കിൽ മുൻപ് ഇതേ നിലപാട് സ്വീകരിക്കാതിരുന്നത് എന്താ? 2018 വിധി വരുമ്പോൾ, പിന്നീട് 2019 അഫിഡവിറ്റ് സമർപ്പിക്കുമ്പോഴൊക്കെ? അല്ല, അന്ന് അഫിഡവിറ്റ് സമർപ്പിച്ചു. അതിനുശേഷം സുപ്രീം കോടതി ഒരു വിധി തരികയാണ്. സുപ്രീം കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ്റും നടപ്പാക്കണം. എന്നാൽ സുപ്രീം കോടതി തന്നെ പുനഃപരിശോധിക്കാൻ തയ്യാറായി. അപ്പോൾ പുതിയ സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ആ വിധി വന്നതും ആ വിധിയെ തുടർന്ന് സമൂഹത്തിലുണ്ടായ പ്രതികരണങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ്. അന്നും പറഞ്ഞിരുന്നു, ഒരു വിദഗ്ധ സമിതി കൂടി പരിശോധിച്ച് അവരുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് വേണം കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അന്ന് പറഞ്ഞിരുന്നു. കോടതി, സുപ്രീം കോടതിയുടെ ബുദ്ധിയിൽ അവർക്ക് ഉചിതമായ തീരുമാനം അവരെടുത്തു. പിന്നീട് അവർ പുനഃപരിശോധിച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും പരാതിയില്ല. അവർ പുനഃപരിശോധിച്ച് വീണ്ടും ഇതിൻ്റെ വിവിധ വശങ്ങൾ, അതിൻ്റെ സ്കോപ്പ് തന്നെ വിപുലമാണ്.